നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അനന്തപുരിയിലേക്ക് ശുചീന്ദ്രത്ത് നിന്ന് 300 നങ്ക എഴുന്നള്ളുകയാണ്. അത് ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പക്ഷേ പഴയ തിരുവിതാംകൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഢിയോടുകൂടി ആചരിക്കുന്ന ഒരു ആചാരമാണ് ഈ 300 നങ്കയുടെ എഴുന്നള്ളത്ത്. പരിശോധിക്കുകയാണെങ്കിൽ 1838 വരെ അവിടെ തന്നെയായിരുന്നു ഈ നവരാത്രി പൂജ എന്നതാണ്. അതിനുശേഷം സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ മഹാരാജാവായി മാറിയപ്പോൾ അദ്ദേഹമാണ് ഇത് തിരുവനന്തപുരത്തേക്ക് ആക്കുന്നത്. അതെ, ആ ആചാരം അല്ലെങ്കിൽ ആ ആഘോഷം ഇപ്പോഴും നമ്മൾ പെരുമയോടുകൂടി അത് തുടരുന്നു, കൊണ്ടാടുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളെയും ജനതയും പോലീസും ഭരണകൂടവും ഒരുമിച്ച് നിന്ന് അത് ആഘോഷമാക്കുന്നു എന്നതുകൂടിയാണ് ഈ ആഘോഷങ്ങളെ വേറിട്ട് നിർത്തുന്നത്. അത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും ഇത് സംഭവിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലും തമിഴ്നാട്ടിലും നമ്മുടെ ഭാരതത്തിലുമാണ് എന്നതുകൂടി. എന്തായാലും പറഞ്ഞതുപോലെ ഈ ശുചീന്ദ്രത്ത് നിന്ന് 300 നങ്ക പുറപ്പെടുന്നു, കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമി പുറപ്പെടുന്നു, ദേവി കൂടെ കൂടുന്നു. അവിടെ നിന്ന് ഘോഷയാത്രയായി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. ഈ ഘോഷയാത്രയ്ക്ക് വിവിധ ഇടങ്ങളിൽ, വിവിധ ക്ഷേത്രങ്ങളിൽ ഇരുന്ന് ദർശനം നൽകാറുണ്ട്. അതുകൂടാതെ പൊതുജനങ്ങളെല്ലാവരും മുറ്റത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ റോഡ് വക്കിൽ തന്നെ പൂജയൊരുക്കി ഈ ദേവീദേവന്മാരെ ആനയിച്ച് കൊണ്ടുവരാറുണ്ട്. വരുന്നത് നാഷണൽ ഹൈവേ വഴിയാണ്. അതെ, പക്ഷെ ആ സമയത്ത് വരുന്ന ബസ്സാകട്ടെ കാറാകട്ടെ എല്ലാവർക്കും അറിയാം ഒരു വശത്ത് ഇവർക്കായുള്ള ഇടം അത് എപ്പോഴും ഈ ഒഴിച്ച് മാറ്റിയിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ യാത്ര അതാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. ഈ യാത്രയെ ഡിസ്റ്റർബ് ചെയ്യാതെയാണ് മറ്റുള്ളവരൊക്കെ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എത്തിയ ശേഷം, തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം നമുക്കറിയാം കുമാരസ്വാമി വെള്ളിക്കുതിരപ്പുറത്താണ് വരുന്നത്. അപ്പോൾ ഈ വെള്ളിക്കുതിര നേരെ പൂജപ്പുര മണ്ഡപത്തിൽ വന്ന് കാത്തിരിക്കും. കുമാരസ്വാമി നേരെ ആര്യശാല ക്ഷേത്രത്തിൽ പോകും, അവിടെ ഇരിക്കും, അവിടെ ഇരുന്ന് ദർശനം നൽകും. ഈ നവരാത്രി ദിവസങ്ങളിലെല്ലാം 300 നങ്ക ചെന്നിട്ട ദേവീക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ 300 നങ്ക ദർശനം നൽകും. ഒപ്പം കോട്ടയ്ക്കകത്ത്, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ള നവരാത്രി മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ പൂജയ്ക്ക് ഇരുത്തുകയും ചെയ്യും. ഈ മൂന്നിടങ്ങളും ഈ ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശിവാലയ ഓട്ടം എന്താണെന്ന് തിരുവിതാംകൂറുകാർക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ തെക്കൻ കേരളത്തിലുള്ള ആളുകൾക്ക് നന്നായി അറിയാം. ഈ ശിവാലയ ഓട്ടം പോലെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ 4 അമ്പല ദർശനം എന്നൊക്കെ പറയുന്ന പോലെ 4 അമ്പലങ്ങളിലും പോകണം എന്ന് പറയുന്നത് പോലെ ഈ 3 ഇടങ്ങളിലും പോയി പ്രാർത്ഥിച്ചാലാണ് ഈ സമയത്ത് അത് പൂർണ്ണമാകുക. ദൂരമല്ല, അടുത്തടുത്ത്. അതെ അതെ അതെ, അതൊരു ഒരു ഒരു ക്യൂ ഒരുപക്ഷെ ഒരു സ്ഥലത്ത് ഇത് പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതേ ആളുകൾ തന്നെ ഈ 3 അമ്പലങ്ങളിലും അല്ലേ ഒരുപോലെ ഈ ക്യൂ ആയി തന്നെ പോകുന്നത്. മാത്രമല്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നവരാത്രി ഉത്സവം ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം ഈ 9 ദിവസങ്ങളിൽ സംഗീത കച്ചേരിയൊക്കെ ഉണ്ടാകും. ഈ നവരാത്രി മണ്ഡപത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഈ മൈക്ക് പോലുള്ള സംഗതികൾ ഉപയോഗിക്കാറില്ല. അതല്ലാതെ തന്നെ ഈ ഗാനം ആലപിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സംഗീത കച്ചേരി നടത്തുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾക്കെല്ലാം അതേ പ്രകമ്പനത്തോടെ, അത് പുറപ്പെടുന്ന അതേ ശബ്ദമാധുര്യത്തോടെ തന്നെ ജനങ്ങളിൽ അല്ലെങ്കിൽ കേൾവിക്കാർക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ആ നവരാത്രി മണ്ഡപത്തിൽ. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ശരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാണം കൂടി അത് പറയേണ്ടി വരും. നിർമ്മാണ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു വിശേഷം കൂടി. കാരണം സപ്തസ്വര മണ്ഡപമൊക്കെ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അത് എത്ര കാലങ്ങൾക്ക്, എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തതാണ്. എത്ര പ്രൗഢിയോടുകൂടി നമ്മൾക്കിത് ലോകത്തിന് മുമ്പിൽ പറയാൻ കഴിയും. നമ്മുടെ പൂർവികർ, നമ്മുടെ പൗരാണികർ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. നോക്കൂ, ഇത് ഇവിടെയാണ്. ഈ എഞ്ചിനീയറിംഗ് വിദ്യ അവരെങ്ങനെ പഠിച്ചു? നമ്മൾ കാലങ്ങളെടുത്ത് പല കോളേജുകളിൽ പോയി പല വർഷങ്ങൾ ചെലവഴിച്ച് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് ഇതൊന്നുമില്ലാതെ അവർ ഇതിനേക്കാൾ ഭംഗിയായി ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടി അതൊന്ന് ഓർക്കണം. എല്ലാം ഒരുപോലെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ എന്ത് യന്ത്ര സഹായം ഉണ്ടായിരുന്നു? ഒന്നുമില്ല. സിമെട്രിക്കലാണ്. എത്ര ഭംഗിയാണ്, എത്ര കാഴ്ച നിറവാണ്. അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ച അനുഭവം അത് നേരിട്ട് തന്നെ അറിയണം, കണ്ടറിയണം, ആസ്വദിക്കണം. അപ്പോൾ ആ നവരാത്രി മണ്ഡപത്തിലാണ് ദേവിയെ പൂജയ്ക്ക് വെക്കുക. അവിടെ ദേവിക്ക് മുന്നിൽ പൂജ ഉണ്ടാകും. അപ്പോൾ അവിടെയും പോയി തൊഴുന്നു. ചെന്നിട്ട ക്ഷേത്രത്തിൽ പോയി 300 നങ്കയെ തൊഴുന്നു. ആര്യശാലയിൽ പോയി കുമാരസ്വാമിയെ തൊഴുന്നു. ഇത് 3ഉം തൊഴുന്നു. ഈ വിജയദശമി നാളിൽ കുമാരസ്വാമി പൂജപ്പുര മണ്ഡപത്തിലേക്ക് ഈ വെള്ളിക്കുതിരയിന്മേൽ വന്ന് ഇരിക്കുന്നു. അവിടെ ദർശനം നൽകുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ തൊട്ടിപ്പുറത്ത് തന്നെ അവിടെ സരസ്വതി ക്ഷേത്രവുമുണ്ട്. ആ സരസ്വതി ക്ഷേത്രത്തിലും പൂജവയ്പുണ്ടാകും. ഈ ദിവസമാണ് പിന്നീട് കുമാരസ്വാമി എഴുന്നള്ളിയതിന് ശേഷം കാവടി ഘോഷയാത്ര നടക്കുക. കാവടി ഘോഷയാത്ര കൂടി നടന്ന ശേഷമാണ് ഇത് പൂർണ്ണമാവുക, ഈ ചടങ്ങുകൾ. അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു. അവിടെ ഒരു ദിവസം വിശ്രമമുണ്ട്. ഈ 11ാം നാൾ വിശ്രമമാണ്. 12ാം നാളാണ്
കുമാരസ്വാമിയും 304 ഒക്കെ തിരികെ പോകുന്നു, യാത്ര ആരംഭിക്കുന്നത്. അതെ. എന്തായാലും ഈ കോട്ടയ്ക്കകത്ത് നിന്ന് മഹാരാജാവ് 6 വെള്ളക്കുതിരകളെ പൂട്ടിയ സ്വർണ്ണ രഥത്തിലായിരുന്നു പൂജപ്പുര മണ്ഡപത്തിൽ എത്തിയിരുന്നത് പണ്ട്. പക്ഷെ ഇന്നും അതിന് പ്രതീകാത്മകം ഉണ്ട് എന്നതാണ്. ഈ ഒരു യാത്രയ്ക്കൊക്കെ ഇന്നും ആ ഒരു ആചാരങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിയും ശീലവും ഒക്കെ നമ്മൾ പല രീതിയിലൂടെ ആവർത്തിക്കുന്നത് കൂടി. കാരണം മുരുകന്റെ വിഗ്രഹത്തിന് മുന്നിൽ അസ്ത്രവിദ്യയ്ക്ക് തുടക്കം കുറിക്കുന്നതിനായിരുന്നു ആ യാത്ര, മഹാരാജാവിന്റെ അതിർത്തുള്ള യാത്ര എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നും വിജയദശമി ദിനത്തിൽ സ്വാതി തിരുനാളും 6 ഈ കാരണം സ്വാതി തിരുനാൾ മഹാരാജാവാണല്ലോ തിരുവനന്തപുരത്തേക്ക് ഈ നവരാത്രി പൂജയാക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഈ 6 വെള്ളക്കുതിരകളെ പൂട്ടിയ രഥമൊക്കെ വരുന്നത് ഇന്നും ഈ നാട്ടുകാർ എന്നും ഓർക്കുന്നൊരു കാര്യമാണ്. ഈ ഒരു ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മകളും കൂടി പ്രസക്തമാണ്. അത് വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ വീടുകൾക്ക് മുന്നിലും ആളുകൾ പൂജ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അത് സ്വീകരിച്ച ശേഷമാണ് 304 ഇങ്ങോട്ട് വരുന്നത്. വഴിയിൽ കുമാരകോവിലിൽ നിന്നാണ് കുമാരസ്വാമി ഈ ഘോഷയാത്രയിൽ ഒപ്പം ചേരുക. അതിർത്തിയിൽ, നമ്മുടെ സംസ്ഥാന അതിർത്തിയിൽ വളരെ പ്രൗഢമായ ഒരു സ്വീകരണം ഉണ്ടാകാറുണ്ട്. ഈ കാഴ്ചകളെല്ലാം നമ്മളിപ്പോൾ എടുത്തു പറയുന്ന ചില കാഴ്ചകളുണ്ടല്ലോ, ഈ പ്രൗഢഗംഭീരമായൊരു സ്വീകരണം നമ്മുടെ അതിർത്തിയിൽ ഉണ്ടാകും. ഈ ഓരോ ഘട്ടങ്ങളിലും ജനം TV-യിൽ തത്സമയ ദൃശ്യങ്ങളുണ്ടാകും. അത് നമ്മൾ പ്രേക്ഷകർക്ക് നൽകേണ്ട കാര്യമാണ്. ഒപ്പം എപ്പോഴാണ്, എത്ര മണിയോടുകൂടി, ഏത് ദിവസം എന്നുള്ള കാര്യവും കൃത്യമായി നിങ്ങളെ അറിയിക്കും. ജനം TV ഫോളോ ചെയ്യുക. ഒരു ചോദ്യമുണ്ടായിരുന്നു, കരമനയിലാണോ ഈ ഒരു സ്വീകരണം നൽകുന്നത് എന്നത്. ഈ അതിർത്തി കടന്നുള്ള സ്വീകരണം അത് കൃത്യമായി അതിർത്തി ജില്ലയിൽ തന്നെയാണ്, അതിർത്തി ഇടത്ത് പ്രദേശത്ത് തന്നെയാണ്, കളിയിക്കാവിളയിലാണ് ഈ ഒരു സ്വീകരണം നൽകുന്നത്. അതിനുശേഷമാണ് കേരള പോലീസ്. അതേസമയം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇവർ ഇരിക്കും. 3 ദിവസം നമുക്ക് ദർശനം നൽകുന്ന കുറച്ച് സമയങ്ങളും ഉണ്ടാകും.